പിസ്സയുടെ ടേസ്റ്റിലൊരു അടിപൊളി സ്നാക്ക് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. പിസ്സയ്ക്ക് ഈസ്റ്റൊക്കെ ചേർത്ത് അത് പൊങ്ങാനൊക്കെ വെക്കേണ്ടത് അതൊന്നും വേണ്ട. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു നല്ല അടിപൊളി സ്നാക്ക് റെഡിയാക്കാം. അതിനായിട്ട് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്താൽ മതി. ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ മതിയാവും വെള്ളം ചേർത്ത് കുഴച്ച് അവിടെ മാറ്റി വയ്ക്കും, മൂടി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ അതിലേക്ക് പിസ്സ സോസ് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ് 1-1.25 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കണം. പൊടി വിതറി മൈദ വിതറിയിട്ട് രണ്ടാക്കി ഭാഗിക്കണം കേട്ടോ. ഓരോന്നും വലിയ വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇനി ഇത് 4ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ പീസായി അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാം. മേലെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് അതും വിതറി കൊടുക്കാം. ഇനി ആ കോർണർ പീസ് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാം. പിന്നെ വശങ്ങളിൽ നിന്നും മടക്കി ഇഷ്ടമുള്ള ഷേപ്പ്, ഞാനിപ്പോൾ ഒരു സമൂസയുടെ ഏകദേശം ഒരു സമൂസയുടെ ഷേപ്പിലാണ് ഒട്ടിച്ച് വെച്ചത്. വെള്ളമൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നന്നായിട്ട് ഒട്ടിക്കോളും. അപ്പം ഇങ്ങനെ എല്ലാം ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 to 2 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചത് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി അത് തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു മുരിഞ്ഞ് വരുന്നവരെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതിലധികം ഓയിലോ വളരെ കുറച്ച് ഓയിലല്ലേ ചേരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല, ചുട്ടെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ആ ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ ആ ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായി നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.